നിങ്ങൾക്ക് രണ്ടാർക്കും ഇത് തന്നെ പണി. പപ്പ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെനിക്കറിയാം. കടാ നീ അല്ലെങ്കിൽ പപ്പയുടെ മോളാ. അപ്പം അങ്ങനോട് തെറ്റും ചെയ്തില്ല. തെറ്റ് മുഴുവൻ ഞാനാ ചെയ്തല്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ? അങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ നീ പറഞ്ഞതില്. ഇവിടെ വീട്ടിൽ കാണാത്തത് അങ്ങോട്ട് പോകുന്നത്? അവിടെ ആരും ഇല്ലല്ലോ. ഞാൻ അവിടെ പോയിട്ടിരിക്കുന്നു. എന്താ അങ്ങോട്ട് ചോണ്ടിരിക്കുന്നത്? പ്രശ്നം ആരുണ്ട് ആണോ? അവൾ കൂടിയാ? എന്തിനാ പറ? കാരണം എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. പപ്പയോട് തന്നെ ചോദിച്ചു. ഞാൻ ചോദിക്കാനാ? ഞാൻ ഒരുപാട് പ്രശ്നം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, എനിക്ക് ശമ്പളം ഇവിടെ നിർത്ത്. ഞാൻ അവരെ പ്രശ്നം നോക്കി പരിഹരിക്കാം. മിക്കാറ് തന്നെ വേണ്ടി വരും. ആ എന്താ രാംകുമാറെ, കേട്ടിട്ടില്ലേ? കുടുംബം ഇമ്പോളാണ് കുടുംബം. ഇവര് കൂടുമ്പോ ഭൂകമ്പ. അത് ഇദ്ദേഹം തെറ്റിദ്ധാരണ വെറുതെ വഴക്കുണ്ടാക്കി പറഞ്ഞേ. അറിയാന്നുള്ള ആരെങ്കിലും അറിവുള്ള ആരെങ്കിലും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാവണം. അപ്പൊ എല്ലാം ഒത്തുതീർപ്പാകണം. ഓക്കെ അല്ലേ? അറിഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. എന്തായാലും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ വയ്യ. ബാലിച്ചമെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്ന മനസ്സിലാക്കി. ഈ കുടുംബക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഇടപെടാതിരിക്കാൻ പറ്റില്ലല്ലോ. പറ, എന്താണ് പ്രശ്നം? എനിക്ക് വല്ല ഐഡിയ ഇല്ല. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് വൈകാലി. അത് പിന്നെയും വന്നു, അത് തീർന്നില്ല ഇതുവരെ. അയ്യോ, ഇത് സീസൺ 2. കാര്യം വ്യക്തമാക്ക്. പപ്പയും മമ്മിയും കൂടെ ഓഫീസിൽ പോയി. വൈകാന്റി അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് മമ്മിയുടെ മുന്നിൽ വെച്ച് വൈകാന്റി പപ്പയുടെ കൈ പിടിച്ചിട്ട് താങ്ക് യൂന്ന്. ആണോ രഘുമാരെ? കൈ പിടിച്ച് താങ്ക് യു പറഞ്ഞു? ചെയ്തു കൊടുത്ത ഉപകാരം നന്ദി പറഞ്ഞത് കൈ പിടിക്കല്ലേ വേണമല്ലോ. കിട്ടിയ അവസരം മുതലാക്കി. വെറുതെ പറയണെന്ന്. അവള് വെറുതെ ഇവിടെ ചൊറിയാൻ വേണ്ടിട്ട് ആക്ഷൻ കാണിച്ചിട്ട് ഒരു ആക്ട് ചെയ്തതാണ്. നിങ്ങൾ കുടുംബക്കാരി അവളെ വിളിക്കാൻ വേണ്ടി കണ്ട നിങ്ങൾ എനിക്ക് ശരിക്കും അറിയാം മനുഷ്യ. കുടുംബക്കാരി അല്ലേ? എന്റെ ആരുമല്ല. അങ്ങനെ വല്ല ആയിരിക്കും. എനിക്ക് ആരുമല്ല. ഒരു തേങ്ങ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവള് വെറുതെ ഷോ കാണിച്ചാണെന്ന് മുമ്പിൽ. മതി കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി 25 വർഷമായില്ലേ? നിങ്ങൾക്ക് സംശയമാണ് പരസ്പരം? രാംകുമാർ അങ്ങോട്ട് സംശയം ഉണ്ടോ? എനിക്ക് സംശയം. സംശയം ഉണ്ടാ? അയ്യ പിന്നെന്ത് ഇങ്ങനെ? അതെ, ഈ വഴക്കിടുമ്പോൾ മകളുടെ മുമ്പ് വഴക്കിടുന്നതിനാണ്. ഞാൻ വഴക്കിടണമെന്നില്ല. അപ്പൊ ഞാൻ തന്നെയാണ് വഴക്കാറ്. ഞാൻ തന്നെയാണ് പ്രശ്നക്കാരി. ഈ ഹൈമ, ഈ ഞാൻ എന്ന് പറയുന്നത് അത് ആ ഞാൻ ഹൈമ ഉദ്ദേശിക്കുന്നത് ഞാനല്ല. ആ ഞാൻ വേറെ എന്തോ ആണ്. ആ ഞാനല്ല ഞാനും. ഈ ഞാനും ആ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ എന്ന് പറയുമ്പോഴേ ആ ഞാൻ ഒന്നുമല്ല. ആ ഞാൻ ഹൈമയ്ക്ക് മനസ്സിലാവില്ല. ആ ഞാൻ അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. അത് തല്ലി പിരിയാൻ എളുപ്പമാണെന്നേ. അത് ഒരു കാര്യം ചെയ്യുക. അങ്ങനെ ഒരു സ്ത്രീ കമ്പനിയിൽ ഉണ്ടെങ്കിൽ ഒരു സ്വന്തം സൗകര്യം പോലെ നോക്കിയാ അങ്ങനെ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് നിർത്തണ്ടേ? അങ്ങനെ വഴക്കൂടാണ് വേണ്ടത്. എന്തെങ്കിലും മാനക്കേട്ട് തോന്നുന്ന ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് നഷ്ടം. പോക്ക് നഷ്ടമല്ലേ? കുടുംബത്തിന് നഷ്ടമല്ലേ? പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചാൽ തീരെ പണക്കല്ലേ ഉള്ളൂ. ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിക്കും. ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കൈ കൊടുക്ക് അത് ചിരിച്ചേ. എനിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇതുപോലെ കൈ കൊടുത്ത് പുഞ്ചിരിച്ചാ കേട്ടാ. പോട്ടാ. ഒരു മിനിറ്റ്. അതെ, ഇപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ ടോക്ക് തന്നില്ലേ? ഈ ടോക്കൺ എന്റെ കമ്പനിയിൽ ഒന്ന് തരാവോ? വേണോ? വേണം ബാലു. ഇപ്പൊ എനിക്ക് വന്ന മാറ്റം പോലെ എന്റെ വർക്കേഴ്സിന് ഒരു മാറ്റം വന്ന് അവരുടെ മനസ്സൊക്കെ ക്ലിയർ ആയിട്ട് അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുമല്ലോ. അവർക്ക് ബുദ്ധി വരുമല്ലോ. അല്ല, അവർ പരസ്പരം പുഞ്ചിരിച്ചോടെ അവിടെ വർക്ക് നടക്കൂല. എന്നാലും ബുദ്ധി വരുമല്ലോ, ഒരു ഉന്മേഷം വരും. ശരി ഓക്കെ ഞാൻ നോക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബാലു. ബൈ. പോ വെറുതെ. എന്താ പിടിച്ചില്ലേ? പിടിച്ചു. റാം സോറി. ഒന്ന് പോറാ. ചായ എടുക്കാട്ടോ. ചിരിച്ചോണ്ടിരിക്കല്ലേ?
പക്ഷേ അച്ഛൻ നീ കൊടുക്കല് അമ്മ മോൾ എന്ത് ഇങ്ങോട്ടോ അച്ഛനല്ലേ ഇത്? പിന്നല്ല എന്ത് ആ കോട്ട് സൂട്ടൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോണത് How to influence the peoples and കയ്യിലിത് ബുക്കാ അല്ല ഫയല് to think big, Ajay. targets, achievements. ബാലേ എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ വ്യക്തിയാണ്. എന്നു മുതലാണ് പുതിയ വ്യക്തി അല്ലാത്തത്? ഇനി അതെ, ഞാൻ ഈ ഇലക്ട്രീഷ്യൻ പിന്നെ ഈ സൂപ്പർവൈസർ അതൊന്നും അല്ല. ഞാൻ സത്യം പറഞ്ഞ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ആ രാവിലെ എനിക്ക് തോന്നിയായിരുന്നു എന്തോ പുതിയൊരു പരിപാടി ഒപ്പിക്കാൻ പോവാണ്. എന്റെ അവതാര ഉദ്ദേശം തന്നെ ഈ ബിസിനസ്സിൽ താഴോട്ട് പോകുന്നവര്, ജീവിതത്തിൽ പച്ച പിടിച്ച് മുകളിൽ കയറാത്തവരൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, കൈപ്പിടിച്ച് ഉയർത്തുന്നതാണ് എന്റെ ഉദ്ദേശം. ഓക്കെ, അതിന് സക്സസ് ആയി നടത്തുകയും ചെയ്യും. ഓ എന്താ മോനെ ഇത്ര ലേറ്റ് ആയത്? ബാലു സാറല്ലേ? അതെ, ബാലു സാറാണ്. സാർ അവരെല്ലാരും വെയിറ്റ് ചെയ്യും, നമുക്ക് പെട്ടെന്ന് പോകണം. ഓക്കെ, പോവാം. ബാലു സാർ ഒരു 10,000 പേര് കാണും ഇവിടെ. ഞാനൊരു 50,000 പേരെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. കൂട്ടുകാർ നന്നായാലൊന്നും നിങ്ങൾ അച്ഛൻ നന്നാവില്ലടാ. നിങ്ങൾ അച്ഛൻ തന്നെ വിചാരിക്കണം അച്ഛൻ നന്നാവണമെന്ന്. അതച്ഛൻ ജന്മത്തിൽ വിചാരിക്കത്തില്ലല്ലോ.